ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മളിന്ന് കോട്ടയത്താട്ടം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മളിപ്പോൾ മലരിക്കൽ ഒരു ആമ്പലിൻ്റെ പാടുണ്ട്, അവിടെ കാണാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ പോകും. അതിനുശേഷം ഞാൻ ജർമ്മൻ B2 എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സലൻസി ഉണ്ട്. ഞാൻ അസിസിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ പോവാണ്. ഈ ഭാഗത്തെ ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. നീ ഇപ്പഴല്ലേ എന്റെ റോട്ടിക്ക് ഇറങ്ങിയത്? ഓ എന്റെ പൊന്നു മോനെ, നീ ഇവിടെ ഇതിന്റെ ഉള്ളിലാന്ന് ഒരു പിടുത്തോണ്ടായത്. ഞാനോർത്ത വണ്ടി ഓടിക്കാൻ പോയിടത്താണ്. ഈ കുതുകാട്ടി നീ എങ്ങനെ വരാനാ? ഇതിപ്പടിക്കാണോ കൊണ്ടിരിക്കുന്നത്? എടാ, അപ്പൊ ഞാൻ ഒരു കാര്യം പറട്ടെ, നീ രാവിലെ ഇപ്പൊ ബസ് കയറാൻ ഇറങ്ങി ഈ കാട്ടീന്ന് എങ്ങനെ അങ്ങോട്ട് വരുന്നത്? ആണാ സ്റ്റാൻഡിക്കാ? മാതാവേ, ചായ കുടിക്കുന്ന അവിടുന്ന് എന്റെ പൊന്നു ശീബ, കൊറച്ചങ്ങ് പോട്ടെ. മലരിക്കല് കാണണ ചായ കുടിച്ചാ? എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനത് കേട്ട് പിന്നെ നേരം വെളുത്തിട്ട കണ്ണു തുറന്നേ. ഇന്നത്തെ ഹ്യൂമാനിറ്റീസ്. അപ്പൊ അത് പഠിച്ചായിരുന്നെങ്കിൽ എനിക്ക് 2 കിലോമീറ്റർ നേരെ എനിക്ക് പോലീസിൽ തന്നെ ഉയർന്ന പോസ്റ്റ്. അവളും ഞാനും കൂട്ടാറുണ്ട്. ഒരുമിച്ചപ്പോ ഓരോ പാത്രത്തിൽ കറി മാറി ഞങ്ങൾ കൈയിട്ട് തോർത്ത് കൈയിട്ട് നടന്ന കഥ പറയുന്നതാണ് കേൾക്കുന്നത്. വഴി നിറച്ച് പോലീസൊക്കെ അവളും ഞാനാണ് കട്ടക്ക് കുസ്തി. അവൾക്ക് എന്നെ പേടി, എനിക്ക് അവളെ പേടി. അമ്മയല്ല അവനോട് പറഞ്ഞത് സ്പീഡിൽ പോവാൻ. ഇതൊക്കെ നിർത്തിയിട്ട് എടുക്കണം, അല്ലാണ്ട് നമ്മള് ഞാൻ പോലും മേക്കപ്പ് ചെയ്തു. ക്രീം അത് നോക്ക്, ക്രീം. നമ്മളങ്ങനെ ഈ ആമ്പൽപ്പാടത്തിൽ കൂടെ വഞ്ചിയിൽ പോകാൻ പോകുന്നു. അതൊന്നും നോക്കണ്ട, പുള്ളി തിരിച്ചിടാം. അവന്റെ ക്യാമറ പിടിക്കുന്നു. തലക്കൊന്ന് പിടിച്ചേക്കണേ. അത് ഞാൻ പറഞ്ഞത് തിരിയണോ പറഞ്ഞാൽ മതി. ഇല്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ പോയാൽ മതി. ഇതാ ഞാൻ പറഞ്ഞേ. ഇതിന്റെ ഉള്ളിൽ കൂടെ പോവാ. ഇങ്ങോട്ടായിട്ട് തന്നെ ഇറങ്ങിയല്ലേ? പിന്നെ ഒരു ഇല്ലിക്ക് കല്ല് അത് മറ്റേ ഇല്ലാച്ചുപേട്ട അവിടെ പോയോ നിങ്ങൾ? ഇല്ല, പോണം. നല്ല മഴയുടെ സമയം. നമ്മളിപ്പം സ്ഥിരം കാണുവാണോ ശരിയാ, പക്ഷെ ഇങ്ങനെ ആളുമായിട്ട് പോയാലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിന് തന്നെ വൈറ്റ് ഉണ്ട്, വൈറ്റും ഉണ്ട്, പിങ്ക് ഉണ്ട്. വൈറ്റ് തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. ഇതുങ്ങളെ ഇട്ടിട്ട് പോവാൻ തോന്നുന്നില്ല. അമ്മയല്ലേ പറഞ്ഞ അമ്മക്ക് താമര ഇഷ്ടം. ഇഷ്ടം താമരയാണ്, പക്ഷെ ഇത് താമരക്ക് വേറൊരു ഭംഗിയാണ്, ഇത് വേറൊരു. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പക്ഷെ ഇത് ഇപ്പൊ ഈ അമ്പലാണെങ്കിൽ ഇതിന് അത്യാവശ്യം വിരിവുണ്ട്. ചെറിയ അമ്പലം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതില് ചെറിയ സൈസ് അമ്പലുണ്ട്. അതൊന്ന് പിടിക്കാൻ പറ്റും. ഞങ്ങൾ ഈ ടൈപ്പ് ഞങ്ങൾ പഠിക്കുന്ന കോളേജിന്റെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. ആ കുളത്തിലുണ്ടായിരുന്ന അമ്പലം ഇത്രയും വലുപ്പമുള്ളൂ.
ഇവിടെ വന്നപ്പോ ഈ താമരപ്പൂവിന്റെ കളറിലുള്ള ഈ വലിയ പൂക്കള് കാണുന്ന ഇതിലും വലുതാവും. ഇത് ഇതിന് ചെറുതാണ്. അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ട്. അത് മറ്റേ വൈറ്റിനുണ്ട്. ഇതിന് കളറുകളുണ്ട്. ഇതൊന്ന് ആലോചിച്ചോക്കി ഇപ്പൊ എന്റെ ഫോണിൽ വെള്ളത്തിൽ നമ്മളിവിടെ കൊണ്ട് നമ്മുടെ എനിക്ക് പിറക്കണ്ട ഈ പിങ്ക് ഉണ്ട്. ചെറുതായിട്ട് മേഡത്തിന്റെ കയ്യിൽ white. പേടിച്ചിട്ട് പിന്നെ pure നമ്മുടെ ഇവിടെ ഇല്ല ഹണിച്ചേച്ചിട്ട് വർത്താനം പറയാൻ വിചാരിച്ചത് ഇപ്പൊ എങ്ങനെ ഇരിക്കും? ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗ്, അത് കാരണം അമ്മയ്ക്ക് അറിയാത്ത അല്ലേ? അവന് പേടിയാ വെള്ളം. ഇവിടെ എല്ലാം അരക്കത്തോളം പോലും വെള്ളമായിരിക്കും. ഇവിടെ എല്ലാം നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാട്ടോ. അത് തന്നെ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ഞങ്ങളിന്ന് വന്ന സമയം നന്നായി. കാരണം വെയിലും ഇല്ല മഴയില്ലാത്തൊരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോകാൻ പറ്റുകയെന്ന് പറയുമ്പോൾ ഈ പാടത്തോടെ ഇങ്ങനെ പൂക്കളെ തൊട്ട് തലോടി ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഇപ്പം മനസ്സിലായത്. ശരിക്കും അപ്പുറം പോയിരിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എന്നാലും ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണതാ. ഞാൻ അവിടെ വള്ളം എവിടെയെങ്കിലും നിർത്തി ആ ആ നമുക്ക് ഫോട്ടോ എടുക്കും. ചേട്ടന്റെ പേര് എൻ്റെ ഒരു സബിൽ. സബിൽ. ഇതിനൊരു ഇങ്ങനെ ഒരു പിങ്ക് കളർ കൂടെ ആയപ്പോൾ വൈറ്റ് ഒക്കെ നേരത്തെ തൊട്ട് ഇഷ്ടം പോലെ ഉണ്ട്. വൈറ്റ് ആയിരുന്നെങ്കിൽ ഇത്രയും ഭംഗി കിട്ടില്ല. ഭംഗി കിട്ടത്തില്ല, അറിയത്തില്ല വൈറ്റ്. ഈ പിങ്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രളയം വന്നപ്പോഴാണ് ഇതിന്റെ വലിയ പൂവൊന്നും ആ പൂവൊന്ന് പറിക്കാൻ സമ്മതിക്കാതെ. ഞാൻ പറിക്കാം. അതല്ല, അത് കൊള്ളുവല്ല. അതിന്റെ അപ്പുറത്തേക്ക് അല്ല, അതിന്റെ അപ്പുറം വലുപ്പുണ്ട്. അതിന്റെ അപ്പുറം നിക്കണത് പറിക്കാം. അത് ഇതും വേണം. ഇവിടുന്ന് പറിച്ചോ, കുഴപ്പമൊന്നും. ഇതിന് എനിക്ക് ഇഷ്ടായി. ആണോ? അത് വേണം, പറിച്ചോ. പറിക്കാതെ ഒരു ഫോട്ടോ എന്റെ മാതാവ് ഇത് അതിന് മേലോട്ട് പോക്ക് ശക്തിക്ക് വലിക്കും. ഞാനും കൂടെ പോയിട്ടു. അത് നല്ല നല്ലതായിട്ട് പിരിഞ്ഞിരിക്കും. ചിലപ്പോൾ മേഡം ഇത് കാറ്റടിച്ചിട്ട് അങ്ങനെ ആയി. അടുത്ത ആരോഗ്യം മുഴുവൻ ശരി, ശക്തി. ഞാൻ പറഞ്ഞ വൈറ്റിന്റെ ചെറുതാ മേഡം. ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ട്. അത് ആ വൈറ്റ് അല്ല, അതിന്റെ അപ്പുറത്ത് വേറെ അത് വൈറ്റാ. അതിപ്പോ അതൊന്നും അല്ല. ഈ മേഡത്തിന്റെ ആയിരിക്കുന്ന പിങ്കിന്റെ അത്ര വലിപ്പം തന്നെ അതിന്. ഇത് ഡബിൾ കളറാണ്. അതല്ല, ഈ പിങ്കിന്റെ വലിപ്പം തന്നെ വരും. ഇതിപ്പം ചെറുതായോണ്ടോ. മതി പറിച്ചത് മതിട്ടാ കഴിഞ്ഞു. ഇത് അമ്മേനെ എവിടെ കൊണ്ടുവയ്ക്കും? വണ്ടി വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഇതില്ലേ, ഇത് വെള്ളത്തിൽ കൊണ്ടിട്ട് വൈറ്റ് വീഴും. ഇപ്പൊ ഒരു 10 മണി 10-10:30 കഴിയുമ്പോൾ ഇത് അടഞ്ഞു പോകും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് വീഴും. ഇത് എത്ര ദിവസം ഇങ്ങനെ ഇത് നിൽക്കും? 2-3 ദിവസം നിൽക്കും നമ്മൾ പറിക്കുന്നത്. സ്മെല്ലുള്ള പൂ ഞാനിപ്പോൾ മേഡത്തിന് പറിച്ചത്. നമ്മൾ അടുത്തില്ലുമ്പോൾ അതെന്തോ കിഴിയാ? ഇരണ്ടേന്ന് പറയും. അതെന്തിനാ വെള്ളത്തിൽ? അത് ആ വെള്ളത്തിൽ കിടക്കുന്ന സാധനം. കാട്ടുകോഴിയൊക്കെ പോലെ വെള്ളത്തിലാ അതിന്റെ വാസം. അതെന്തിനേ ഉള്ളല്ലേ? ഇപ്പൊ അങ്ങോട്ടൊന്ന് നോക്കാം. അയ്യോ, അത് കോടി പോവും. ഇതെന്ത് പോവാ? അത് പോള വേണോ? അത് എത്തില്ല. വെറൈറ്റി ഓടിച്ചാൽ മതി. നെയ്പ്പീല് പോലെ പോകുമ്പോഴേക്കും കൈ നിറയെ മണമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഇത്രയും മഞ്ചിക്കാര് മുഴുവൻ ഓരോരുത്തർ മാറി മാറി ഓരോരുത്തര്. ഇല്ലില്ല, അമ്മയ്ക്ക് വഞ്ചി നല്ലത് വേണം. വഞ്ചി പറഞ്ഞു. ഞാൻ ഇതിനുമ്പ് വളത്തെ കയറിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തില് പഠിക്കാൻ പോയിരുന്നത് ഇതുപോലെ പുഴയില് ചെന്നിട്ട് വഞ്ചി കടന്ന് സ്കൂളിലേക്ക് പോയിരുന്നേ. മേഡം എന്നോട് ചോദിച്ചില്ലേ ആഴം ഉണ്ടോ? ഞാനിത് നമ്മൾക്ക് വർഷക്കാലൊക്കെ ആവുമ്പോഴേ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകും. അപ്പൊ ഞങ്ങള് വഞ്ചിയില് പോക്കാ. തൃശ്ശൂര്. അതായത് ഇതുപോലെ വഞ്ചി കയറിയിട്ടാണ് വർഷക്കാലത്ത്. ഈ മഴക്കാലത്തൊക്കെ ഈ വഞ്ചി കയറി ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുള്ള സമയമല്ലേ? അപ്പൊ ഞങ്ങള് ഒഴുക്ക് കാരണം ഞങ്ങളെ വഞ്ചിക്കാരൻ കൊണ്ടുപോയിട്ട് കുറേ മുകളിലേക്ക് കൊണ്ടുപോട്ടാ. എന്നിട്ട് വഞ്ചി പുഴയുടെ സെന്ററിൽ എത്തുമ്പോഴത്തേക്ക് താഴോട്ട് ഒരൊറ്റ പോരിച്ച. മഴ വരുന്നുണ്ട് കേട്ടാ, ശക്തമായ മഴ വരുന്നുണ്ടാ. ഏത് പൂവ്? വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പൽപ്പാടം കാണാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇവിടെ വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് 10 മണിക്കുള്ളിൽ വരുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവൊക്കെ കൂമ്പ് അല്ലേ, കൂമ്പടയും, കൂമ്പിപ്പോവും.
അപ്പോൾ അതുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല രസമാണ് നമുക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ റോട്ടിൽ നോക്കിയപ്പോൾ ഇത്ര രസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈ ചേട്ടനെ ഇത് സബിൻ ഈ സബിൽ ചേട്ടനെ നിങ്ങളെല്ലാവരും സബിൽ ചേട്ടൻ്റെ വഞ്ചിയിൽ കയറുക. കാരണം സബിൽ ചേട്ടൻ കാരണമാണ് നമുക്ക് ഇത്രയും പൂവ് നമ്മൾ കുറച്ച് പറിച്ചു, കുറച്ച് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ചേട്ടൻ ഭയങ്കര കോപ്പറേറ്റീവാണ്. ഇവിടുത്തെ വള്ളംകളി കയറണം എന്ന് കേട്ടോ. അപ്പം അങ്ങനെ ശരി. ഈ കപ്പളത്തിന്റെ അത് വെള്ളമാണ് പൊട്ടിക്കുന്ന ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ എന്തോരാണ് ചുറ്റി കിടക്കണേ. അത് എത്ര മാസം കൊണ്ട് പഠിക്കണം? അത് 8 മാസം, 8 മാസത്തോളം എടുത്തു. ഫാമിലി വീട്ടിലായിരിക്കുന്നുണ്ട്. അമ്മയുണ്ട്, വൈഫ്, 2 പിള്ളേരാണ്. പിള്ളേരെന്താ വഴി അങ്ങനെ അവിടെ 2-3 വീടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടോ. ഇതിപ്പോ ഈ വീട്ടിലേക്ക് എങ്ങനെ വരും? അവര് വള്ളത്തെ വരും. ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വള്ളത്തിലോട്ട് വരും. അവിടെ നല്ലോണം കട്ടകുത്തി പോവുണ്ടല്ലേ? അവിടെ ഉണ്ട്. നമ്മളിനി പോണോടത്ത് മട മുറിച്ച് വെള്ളം കയറും. മൂത്ത മോള് മാൾട്ടയിലാണ്. മൂത്ത മോളെ മാൾട്ടയിൽ ജോലിക്ക് പോയേക്ക. അവള് അവിടെ ചെന്ന് കഴിയുമ്പോ പൂന്തോട്ടങ്ങൾ കാണുമ്പോ എന്നെ പൂവൊക്കെ മൊത്തം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരും. അമ്മക്ക് പൂവ് ഇഷ്ടല്ലേ, ഇത് കണ്ടോന്ന് പറഞ്ഞു. ഇളയതാ. അവൻ എന്റെ കൂട്ടുകാരനാട്ടോ, കൂടെ പഠിച്ചത്. ആങ്ങളെന്നും പറയാൻ വേണമെങ്കിൽ. പപ്പ നൈറ്റിയുടെ ബിസിനസ്സാ. അതെ. അപ്പൊ അമ്മാമ്മയുടെ അടുത്ത ആളില്ല, അത് കാരണം പപ്പ വന്നില്ല. ഇതില് കൃഷി നടത്തുവോ? അപ്പൊ ഈ പൂക്കളൊക്കെ എന്നിട്ട് വീണ്ടും വരുമോ? വീണ്ടും ഇതിന്റെ അടിയിൽ നിന്ന് പിന്നെ അടുത്ത പ്രാവശ്യം കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറുമ്പോ ഇത് മുളച്ചു. അതെയാ? ഇതിന്റെ വിത്ത് അതിന്റെ അടിയിൽ മണ്ണിക്കാം. അതെയാ? എത്ര പറ ഏകദേശം നെല്ല് കിട്ടും? ഞങ്ങൾക്ക് ഉണ്ട് നാട്ടില്. പറയുന്നല്ല, ഇത് സുന്ദരായി ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇത് 1850 ഏക്കറായി ഈ പാടം. അന്നേരം ചേട്ടന് എത്ര കിട്ടും? എനിക്ക് ഒന്നാമത് ഇപ്പോഴത്തെ കൃഷിയെല്ലാം മുഴുവൻ നഷ്ടത്തില്ല. എല്ലാത്തിനും വില. ഞങ്ങൾക്കൊരു ഞാൻ പോയിട്ടില്ല, കാരണം ഞാൻ പോവാൻ പോകുന്നുള്ളൂ. അതിനാണ് ഭാഷ പഠിച്ചേ. വരുന്നുണ്ടോ ജർമ്മനിക്ക്? പോയിട്ടുണ്ടോ? പോകുന്നുണ്ടോ? എന്നാലും ആ പറക്കാനുള്ള കൈ വിരകണ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. കണ്ടാ നോക്കിയിരിക്ക. അമ്മ ഇനി പറക്കല്ലേ അമ്മേ, പറക്കല്ലേ അമ്മ, മതി അമ്മേ. ഈ ഭാഗത്തെ പൂവൊക്കെ ആൾക്കാർ പറിച്ചൂലേ? ഈ ഭാഗത്ത് മുട്ട് കുറവാ, അതാണ്. അല്ലത് ആൾക്കാർ പറിച്ചു പോയതല്ലേ ഏട്ടാ? അതെയാ? ഇവിടെ കൊറേ ആൾക്കാർ വരുന്നുണ്ട്. ഇന്നിപ്പോ ആൾക്കാർ കുറവാന്നാട്ടാ പറഞ്ഞേ. നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഞങ്ങളങ്ങനെ ഇല്ലിക്കക്കല്ല് കാണാൻ പോണ ഒട്ടും നേരല്ലേ, പറപ്പിച്ച് വിടും പാപ്പ. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2:30 എക്സലൻസിയുടെ പരിപാടിക്ക് അസീസി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണം. നമുക്ക് ഒട്ടും സമയമില്ല. കാരണം ഇവിടെ നിന്ന് 2 മണിക്കൂറല്ലേടാ ഇല്ലിക്കല്ലിക്കുള്ളത്. അപ്പൊ ഒരു എത്ര മണിക്ക് എത്തും? 11:45 അവിടെ എത്തുമ്പോ 2:30 ആകുമ്പോഴേക്കും എനിക്ക് തിരിച്ച് അസീസിയിൽ എത്തണം. അപ്പൊ നമുക്ക് എന്തായാലും ഓടിപ്പോയി കണ്ടിട്ട് വരാം കേട്ടാ. നേരെ മോനെ 7.7 കിലോമീറ്റർ നേരെയാ. വിട്ടടിച്ചു പോവാ ഗൈസ്. എനിക്കാണെങ്കിൽ ഒരു ടെൻഷൻ, ഇല്ലിക്കക്കല്ലി കയറി തിരിച്ചിറങ്ങി അസീസിലേക്ക് എത്താനുള്ള സമയം ഉണ്ടാവുമോ എന്നുള്ളത്. എന്ത് ചെയ്യാനാ? ഇല്ലിക്കക്കല്ലിൽ നേരത്തെ എത്തി തിരിച്ചു വരണം എന്ന് പറഞ്ഞ ഒരുത്തൻ പറപ്പിച്ച് വിടുന്നുണ്ട്. പറപ്പിച്ച് എടാ, ഇതിനകത്ത് കാണുമ്പോ മനസ്സിലാവില്ലടാ തേങ്ങ. വഴി കുത്തനെ നിക്കണല്ലേ. ഇതില് കാണുമ്പോ മനസ്സിലാവില്ല എത്രയും കുന്നില്ല നിക്കണേ. ഈ പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട് അമ്മേ.
ഈ പള്ളിയിൽ ഞാൻ കുർബാനിക്ക് വന്നിട്ടുണ്ട് അസീസി പഠിക്കുമ്പോ. സെന്റ് മേരീസ് HSS പാല. ഈ പള്ളിയിൽ പാലാ ഗുരുകുലത്തിൽ പഠിക്കുമ്പോ ഇവിടെ ഞങ്ങൾ കുർബാനിക്ക് വന്നേക്കണേ. അതെയോ? എന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഒരു ഓട്ടോന്റെ അവിടെ. എനിക്ക് ഓർമ്മയുണ്ട്. ഇത് തന്നെയാന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെ ഇത് തന്നെയാ. ഞങ്ങള് ബിറ്റി മിസ് കേട്ട് ഞാൻ യാത്രയില മോനെ, കോട്ടയത്താ. നീ പറഞ്ഞോ? ഞങ്ങളിവിടെ ട്രിപ്പ് വന്നേക്ക. കൊച്ചിന്റെ ജർമ്മന്റെ പാസ്സായന്റെ. എനിക്ക് കല്ലിക്ക് ഇനി അധികം ദൂരല്ല കേട്ടാ. നല്ല രസമുണ്ട് ക്ലൈമറ്റ്. നമ്മളിങ്ങനെ യാത്രയിലൊക്കെ വളരെ കുറവാണ്. കൂടിപ്പോയൊരു സിനിമയ്ക്കോ. ഞാൻ ഇതിന് മുന്നേ ജർമ്മൻ പഠിക്കുന്ന സമയത്താട്ടോ ഇല്ലിക്ക് കല്ലി വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് അമ്മേനെ കൊണ്ടുപോകണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അടിപൊളിയാ. നമ്മുടെ ഉള്ളിലത്തെ കൊച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കാന്ന് പറയില്ലേ, ആ ഫീലാണ് എനിക്കിപ്പോ. നോക്ക് ഗൈസ്, വെള്ളച്ചാട്ടം. ദൈവമേ, വഴി കിടക്കണ ഒരു കിടപ്പ് നോക്കി. എന്റെ മാതാവേ, ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇതൊന്നും എടുക്കട്ടെ. അയ്യോ എന്റെ ദൈവമേ, നോക്ക് ഗൈസ്, എന്റെ ആത്മാവ് മോളിൽ പോയിട്ട് താഴെ വന്ന്. ആ അയ്യോ, ഇത് നോക്ക്, വളവോ വളവ്. എന്റെ മാതാവേ, ഞങ്ങളന്ന് കുഞ്ഞു ട്രാവലർ. ഇത്രയും കുന്ന് തന്നെയുള്ളോ? ഇനി പ്രത്യേകിച്ച് വലിയ കുന്നുകളൊന്നും ഇല്ല. അമ്മ മോളി കണ്ട കുന്ന് കണ്ട? ഇവിടെ കൊക്കയൊന്നും ഇല്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഈ വഴി അമ്മയ്ക്ക് ഓടിക്കാൻ പറ്റുമേ? ഈ വഴി ഓർക്കണത് എന്താ വണ്ടിയിൽ ഞാൻ ഡോണാമിസിന്റെ സോനാമിസിന്റെ കൂടെ ഇല്ലിക്ക കല്ലി വന്നത് രസമായിരുന്നു. അന്നത്തെ ആ മെമ്മറീസ് ആണ് എനിക്കിപ്പോ വരുന്നത്. അന്ന് ഞങ്ങൾ പോകുന്നതും ഡാൻസ് ചെയ്തതും. ഇല്ലിക്ക കല്ല് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പുഴ പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയിട്ട് കളിച്ചായിരുന്നു. അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നു. അതുപോലെ ഇല്ലിക്കല്ലിൻ്റെ തൊട്ട് താഴെ തന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് നല്ല ഉപ്പിലിട്ട് അന്ന് ആ കടയത്തെ ഒട്ടുമിക്ക ഉപ്പിലിട്ട സാധനത്തിൻ്റെ ബോട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ തീർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഉപ്പിലിട്ട വെള്ളമില്ലേ, അതുവരെ കുടിച്ചു തീർത്തു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. അപ്പം ആ ഒരു പ്ലേസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫോണിൽ ചാർജില്ല, ചാർജ് കുറവാണ്. എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ കോട്ടയത്തുള്ള ഇല്ലിക്ക കല്ലി വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത്രയും നമ്മൾ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. ഇതാ ഗൈസ്, ഞാൻ പറഞ്ഞു ഉപ്പിലിട്ട കട. ഞങ്ങളത് വന്നില്ലേ ആ കട. കണ്ട ഒന്ന് നോക്കട സെലിബ്രിറ്റി. എനിക്ക് ഇഷ്ടം. ആരും പോകത്തില്ല, ഞാനല്ലേ. അതാണ് കൊച്ചിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ആ കൊച്ചു എല്ലാം തെറ്റിദ്ധരിച്ചല്ല, അവിടെ സാധനം സൂപ്പർ. എങ്ങനെയുണ്ടടാ? ഇതാണ് നടന്നു കയറണം. ഇന്ന് ഞങ്ങളുണ്ടല്ലോ ഇത് മുഴുവൻ നടന്നു കയറി. ഇന്ന് സമയമില്ലാത്തതുകൊണ്ടല്ല, ഞാൻ ഇവരൊക്കെ നടത്തിച്ചേനെ, ഉറപ്പായിട്ട് നടത്തിച്ചേനെ. പക്ഷെ സമയമില്ല നമ്മുടെ കയ്യിൽ. വേണ്ടിയിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് വന്നത്. പക്ഷെ ഫോണിൽ ചാർജില്ല. എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണം. ചാർജില്ല, ആരുടെ ഫോണിലും ചാർജില്ല. ഇതാണ് സ്വർഗം. നോക്ക്, ഇത്രയും വൈബുള്ളൊരു സ്ഥലം. നോക്ക്, ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. എൻ്റെ ഉള്ളിലത്തെ കൊച്ചു തുള്ളിച്ചാടുക. എന്തൊരു രസം നോക്ക്. എനിക്കിവിടുന്ന് പോവാനേ എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരയുന്നു.
മഴ ചേട്ടൻ മതി. അയ്യോ മഴ പെയ്ത് നന്നായി. കൂടെ എടുത്തിട്ടില്ല. ഇനി സൂക്ഷിച്ച് കയറിക്കോട്ടെ, അല്ലെങ്കിൽ ഇടിഞ്ഞു കുഞ്ഞ് വീഴും. നടന്നു വരാന്ന് പറഞ്ഞു. എൻ്റെ സ്പീക്കറിലൊക്കെ ഇന്ന് വെള്ളം കയറും. എൻ്റെ പൊന്നു കേസ് മുകളിലെത്തിയപ്പോൾ ഫുള്ള് മഴ. ഇവിടെ എപ്പോഴും ഈ കളയും മറ്റേ എൻ്റെ വാക്ക് പറയേ. മഴ പോയി ഇതേ പോയി. അതെങ്ങനെയാ നോക്ക് കേസ്. സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല മോളെ. എൻ്റെ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ മുകളിലെത്തി. മഴയാണ്, നനഞ്ഞു. കുടയൊക്കെ കാറിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടപ്പോൾ മഴ പെയ്യുന്ന ഓർത്തില്ല, പെയ്തു. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമ്മൾ എത്തി. ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ട എവിടേക്ക് തിരിഞ്ഞാലും ആകാശം പോലെ. കണ്ട അവിടെ നമുക്ക് കുന്ന് കാണാം. അത് നേരത്തെ ക്ലിപ്പിനെ എടുത്തതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഒന്നും കാണില്ല. എന്തിനാ ഈ ഉമ്മ? ഓ ഇഷ്ടായ ഇനി വരൂ. ഇങ്ങനെ എവിടേക്കെങ്കിലും ഒക്കെ വിളിച്ചാ പോട്ടെ. ബൈ. നടക്ക്. അമ്മിപ്പുറത്തേക്ക് ഇറങ്ങിപ്പോക്കോ. സൂക്ഷിച്ചിറങ്ങി പോണം. അമ്മയുടെ കിളിയൊക്കെ പോയിട്ടുണ്ട്. മുടിയൊക്കെ പൊന്തി നിൽക്കണ്. ഇത് കണ്ട ഇറങ്ങാൻ ഭയങ്കര ഇച്ചിരി ടാസ്ക്കാണ്. പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അമ്മേ എൻ്റെ ഫോണടക്കം ഞാൻ പോകുമോ. ഇത് എളുപ്പമല്ല ഫോണും ക്യാമറ. ആ കുഴപ്പമില്ല, കാലും മടങ്ങും പറയുള്ളൂ. ഓ എൻ്റെ ഈ ഹീൽസ് ആയതുകൊണ്ട് ഇത്രയും പ്രശ്നം. പക്ഷെ എൻ്റെ അത്ര ക്ലിയർ അല്ല. ഇപ്പം ഇത്ര നേരം മഴ പെയ്തുകൊണ്ടിരുന്ന ക്ലൈമറ്റാണ്. ഇപ്പോൾ ഒരു വെയിൽ വന്നു. എൻ്റെ പേര് ഹെലൻ മരിയ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടെ 3 സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണുള്ളത്. അതിനകത്ത് ഞാൻ പഠിച്ചത് ഗുരുകുലമായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് ACC ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ അധികം കുട്ടികളോട് പഠിച്ചവരോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് അതിനകത്ത് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ACC ആയിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ ACCയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ഈ വീഡിയോ ജൂലൈയിൽ എന്തോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് വെറുതെ കട്ട് ചെയ്തിട്ടേക്കാണ്. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ചാർജും കാര്യങ്ങളൊക്കെ അന്ന് ഓൾറെഡി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ക്ലിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഇട്ടിരുന്ന ക്ലിപ്സ് ഞാൻ B2 പാസ്സായത് ACC എന്നാണ്. അപ്പോൾ അവിടെ ടെസ്റ്റിമോണിയും അതുപോലെ തന്നെ എക്സലൻഷ്യൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറച്ച് ക്ലിപ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് പെട്ടെന്നൊരു ഡ്രസ് ചേഞ്ചൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, വാച്ച് ചെയ്യുക. ബൈ ബൈ പറ.